ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്ത് എഞ്ചിനീയർ അബ്ദുറഹ്മാൻ ഇതാ നമ്മുടെ തൈകളൊക്കെ ഒന്ന് വീക്ഷിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവൻ നനച്ചു കൊടുക്കാന്ന് പറഞ്ഞു. തൈകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു? മിഞ്ഞാന്ന് കണ്ടപ്പോ ഈ ഭാഗത്തൊന്നും പൊന്തി ഉണ്ടായിരുന്നില്ല. ഇന്ന് മാഷാ അല്ലാഹ് ഉഷാറായി അൽഹംദുലില്ലാ. പക്ഷെ ആ സൈഡിലൊക്കെ കുറച്ച് പോയല്ലോ. അത് നമ്മളെ എലി അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇനി നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. മണ്ണുക്ക് വെച്ചാല് അത്രയും സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇല വിരിഞ്ഞ് പിന്നെ തണ്ട് നീളോന്നൊരു പേടിയുണ്ട്. സുഹൃത്ത് മുജിത്തബ എത്തിയിട്ടുണ്ട്. മുജിത്തബ പ്ലംബറാണ്. അപ്പൊ നമ്മള് ഫുട്ബോൾ ഈ പൈപ്പ് ഉണ്ടല്ലോ, മോട്ടർ സെറ്റ് ചെയ്യാൻ പോകുന്ന കിണറ്റിന്റെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഈ കാണുന്ന ഏരിയക്ക് നമുക്ക് ആ ഒരു മോട്ടർ മതി. കാരണം 1.5 HP ഉണ്ട്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാല് 1 mm തിക്നെസ്സിലല്ലേ ഇത് വരുന്നത്. ഓൾ സൈറ്റ് ട്രിപ്പ് പൈപ്പ് അല്ലേ കൊടുക്കുന്നത്. ട്രിപ്പ് പൈപ്പാണ്. അപ്പൊ അതാകുമ്പോ ഈ ഇത് തന്നെ ഉണ്ടാവുമല്ലോ. എത്ര ഇതാ ചെയ്യുന്നത്? 3000-3500 സീഡ് പോകുന്ന അത്രയും ഹോൾ ഉണ്ടാവും. അപ്പൊ അത്രയും ഹോളും അല്ലേ വരുന്നത്. അപ്പൊ അതിലെങ്ങനായാലും കിട്ടും. അപ്പൊ ഈ കാണുന്ന വെള്ളം അത്രയും ഹോളിൽ കൂടി പോകുമ്പോൾ ഒറ്റടിക്കന്നെ പോകും. എക്സസ് ആയിട്ട് വരുന്നതിന് വേറെ പൈപ്പ് ഇടാൻ വേണ്ട. തല പോയൊരു കവുങ്ങുണ്ട് പറമ്പില്. അപ്പൊ അത് വെട്ടാനുള്ള പരിപാടിയിലാണ്. കാരണം നമുക്ക് പാടത്തേക്ക് കുറച്ച് കുറ്റി വേണം. ആ കുറ്റി ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഉപ്പുണ്ട്, ജ്യേഷ്ഠനും ഉണ്ട്. കവുങ്ങ് വെട്ടി തള്ളിയിട്ടപ്പോഴാ മനസ്സിലായത് നല്ല പൂതലയിക്കണ. ഇതാണ് അവസ്ഥ. ഇതൊന്നും നമുക്ക് കുറ്റിക്ക് പറ്റൂല. ജ്യേഷ്ഠൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുത്ത വീട്ടിലെ തൊടുവില് ഒരു കവുങ്ങിട്ട് തല പോയതൊക്കെ. അപ്പൊ അത് വെട്ടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കവുങ്ങ് വെട്ടിയിട്ട് തോളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോവുക. പറമ്പിന്ന് കൃഷിയിടത്തിലേക്ക് കുറച്ച് ദൂരം പോവാൻ. അപ്പൊ ഇത് മൊത്തം അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഓരോരോ കുറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മള് റെയിൽവേ ട്രാക്ക് ഇതാ കണ്ടില്ല, തൊട്ടടുത്ത് തന്നെയാണ്. കൂടെ കട്ടക്ക് സഹോദരനുണ്ട്. ഈ പൈപ്പ് കാണുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ സംഭവം, ഈ പൈപ്പ് എന്താ ചെയ്തിക്കണം എന്നുള്ളത്. ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കയറിങ്ങനെ വരിഞ്ഞിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പൈപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെയിലത്തിട്ട് കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് മടങ്ങി പൊട്ടണ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ കിണറിൻ്റെ ആ മറിയിലാണ് മോട്ടർ വെച്ചിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് പൈപ്പ് വലിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. ഇങ്ങനെ വലിച്ചിട്ട് നമ്മളെ കൃഷിയുടെയാണിത്. ആ എൻഡിൽ അവിടെയാണ് നമ്മൾ PVC പൈപ്പ് കൊടുക്കാൻ പോണത്. അപ്പം അങ്ങോട്ട് ഇത് വലിച്ചു കൊണ്ടുപോകണം. 50 kg ഒരു ചാക്ക് ഡോളോമൈറ്റ് കൂടി നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷനുള്ള സിപ്പർ പൈപ്പ് നമ്മൾ എടുത്ത ഏരിയക്ക് മുകളിലായിട്ട് വലിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഡോളോമൈറ്റ് ഒന്നുകൂടി ഒന്ന് വിതറി കൊടുക്കണം ആ ഏരിയക്ക് മുകളിലൊക്കെ ആയിട്ട്. എല്ലാറ്റിനും നമ്മൾ കൂലിക്ക് ആളെ വിളിച്ചു കഴിഞ്ഞാൽ മുതലാവില്ല. അപ്പോൾ നമ്മൾ തന്നെ വെയിലൊന്നും നോക്കാതെ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് പണികളൊക്കെ ചെയ്യാൻ തീരുമാനിച്ച് നമ്മുടെ തൈകളാണെങ്കിൽ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏരിയയുടെ പണികളൊക്കെ തീർത്തിട്ട് തൈ ഇങ്ങോട്ട് പറിച്ചിടാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ കുറ്റികളുടെ പണിയൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡോളോമേറ്റ് നമ്മൾ ഒരു ലെയറും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. തുടക്കത്തിൽ നമ്മൾ ഡോളോമേറ്റ് കൃഷിയിടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പൊടിക്കുന്നതിന് മുമ്പായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പൊടിച്ചിട്ട് പല സ്ഥലത്തായിട്ടല്ല കൃഷിയിടത്തിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് തൈകൾ വെക്കാനുള്ളത് ഓരോ ഏരിയയിലായിട്ടാണ്. അപ്പോൾ ആ ഏരിയയുടെ മുകളിലായിട്ട് നമുക്ക് ഡോളോമേറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വേരുകൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ പിടിച്ചെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെയറും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച്. ബാക്കി കാഴ്ചകൾ നാളെ.